വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലം, വണ്ടിപ്പെരിയാറും വാളയാറും രണ്ട് സ്ഥലം. വണ്ടിപ്പെരിയാറിൽ 15 വയസ്സ് പ്രായമുള്ള ചേച്ചിയെയും അനിയത്തിയെയും നീണ്ട ദിവസങ്ങൾ, ആഴ്ചകൾ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി. വാളയാറിൽ വണ്ടിപ്പെരിയാറിൽ 9 വയസ്സുള്ള മറ്റൊരു കുട്ടി. കേരളം അന്തിച്ചു പോയില്ലേ, തരിച്ചു പോയില്ലേ കേരളം? ഈ നാടിൽ ഇങ്ങനെ നടക്കുമോ? അറസ്റ്റ് ചെയ്യാൻ പോലീസ് പോയ ചെറുപ്പക്കാർ CPM ആണെന്ന് അറിഞ്ഞപ്പോ പോലീസുകാർ പിൻവലിച്ചു, കേസെടുത്ത് കേസ് പിൻവലിച്ചു. പക്ഷേ ജനം പ്രക്ഷോഭം ആരംഭിച്ചപ്പോ കേസ് വീണ്ടും എടുത്തു. 2 കേസും 9 വയസ്സുള്ള മറ്റൊരു കുട്ടിയെ വണ്ടിപ്പെരിയാറിൽ ഇതുപോലെ കൊന്നൊടുക്കി കെട്ടിത്തൂക്കി. കേരളം തരിച്ചിരുന്നു പോയി. ഇവിടെ നിയമമുണ്ടോ? നിയമപരിപാലനമുണ്ടോ? നിയമവ്യവസ്ഥതയുണ്ടോ? സംവിധാനമുണ്ടോ? മുഖ്യമന്ത്രി ഇതൊന്നും അറിയാത്ത മട്ടിൽ നടക്കുകയാണ്. മന്ത്രിസഭയിലെ അംഗങ്ങൾ വിടുന്നില്ല. ആരെ കണ്ട് സാമൂഹ്യ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും? നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. കാർഷിക വിളകളുടെ വിലകൾ തകർന്നു തരിപ്പണമായി. കർഷകന്മാർ പട്ടിണിയിലാണ്. അത് നെൽകൃഷിയായാലും, അത് റബ്ബർ കൃഷിയായാലും, അത് ഏത് കൃഷിയായാലും കാർഷിക രംഗം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. കർഷകർ പട്ടിണി കിടന്ന് ആത്മഹത്യ ചെയ്യുന്നു. ലോൺ അടക്കാൻ സാധിക്കാതെ വീടുകൾ ജപ്തി ചെയ്യുമ്പോ നമുക്കറിയാം കേരളത്തിലെ കർഷകർ എത്ര പേർ ആത്മഹത്യ ചെയ്തു. കുട്ടനാട് ഞാൻ 3 സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. 3 സ്ഥലത്തും കർഷകന്മാർ അവരുടെ നെല്ലിന്റെ താങ്ങുവില കൊടുക്കാതെ ഗവൺമെന്റ് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ അവരെയാക്കി. ബാങ്കുകാർ വന്ന് ഭൂമി ജപ്തി ചെയ്ത് കൊണ്ടുപോയപ്പോ അവർ ആത്മഹത്യ ചെയ്ത 3 മരണം. ആ 3 മരണത്തിന്റെ വീടുകളിൽ ഞാൻ പോയി കണ്ടതാണ്. നാളെ കർഷകന്മാർക്ക് രക്ഷയില്ല. റബ്ബർ കർഷകന്മാർ അതുപോലെ. നമുക്കറിയാം ഇപ്പോ വയനാടിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ. ഒരുപാട് കർഷകന്മാർ ആനയുടെയും പുലിയുടെയും ഒക്കെ അക്രമത്തിൽ മരിച്ചു വീഴുന്നു. അവിടെ സെക്യൂരിറ്റി ഇല്ല, ഒരു സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ ആളുകളുടെ മനസ്സിലില്ല, സംരക്ഷണ ബോധം ഒരാൾക്കുമില്ല. അതുകൊണ്ട് തന്നെ നാട് ആകെ കുത്തരിഞ്ഞു നിൽക്കുന്നു. ഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇല്ല. മുഖ്യമന്ത്രി സെൽഫ് അടിച്ച് ഗോളടിക്കുക. മുഖ്യമന്ത്രി നടത്തിയ കൊള്ള എത്രയാ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. എന്തിനാണ് ശിവശങ്കരൻ ജയിലിൽ പോയത്? സുഖിക്കാനല്ല. അദ്ദേഹം ഭവന നിർമ്മാണ പദ്ധതിയിൽ നിന്ന് കോടികൾ വെട്ടിപ്പ് നടത്തി. കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തി കുറ്റവാളിയാണെന്ന് കണ്ടു അദ്ദേഹത്തെ ജയിലിലിട്ടു. ജയിലിൽ നിന്ന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ജനറൽ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ അത് ചെയ്യുമ്പോ ആ കുറ്റം ചെയ്ത വകുപ്പ് അതിന്റെ മന്ത്രി പിണറായി വിജയനാണ്. ഞാൻ ചോദിക്കുന്നു, അപ്പോ വിജയന് പങ്ക് വേണ്ടേ? വിജയന് പങ്കില്ലേ? വിജയൻ അറിയാതെ ശിവശങ്കരൻ പണം അടിക്കുവോ? ശിവശങ്കരൻ വിജയന്റെ പെർമിഷനോട് കൂടി തന്നെ പണം അടിച്ചു കൊണ്ടുപോയതാ. പക്ഷേ വിജയൻ ഇത് ബാധകമായിട്ടില്ല. വിജയനെതിരെ അന്വേഷണമില്ല. ആ അന്വേഷണമില്ലാത്തത് BJPയും CPMഉം തമ്മിലുള്ള രാഷ്ട്രീയ അന്തർധാരയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്ക് ഊഹിക്കാം. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യമാണ് BJPയുടെ മുദ്രാവാക്യം. കേരളത്തിൽ BJPക്ക് വരാൻ സാധിക്കില്ല. കോൺഗ്രസ് വരൂ. കോൺഗ്രസ് വരാതിരിക്കണമെങ്കിൽ CPMന് വരാനുള്ള വഴി ഉണ്ടാക്കണം എന്ന് പറയുന്നിടത്തും തോന്നിയിടത്തും ഒരു അന്തർധാര കടന്നു വന്നിട്ടുണ്ട് BJPയും CPMഉം തമ്മിൽ. അന്തർധാരയുടെ വെളിച്ചത്തിൽ പിണറായി വിജയനെ BJP സഹായിക്കുന്നു, BJPയെ പിണറായി വിജയൻ സഹായിക്കുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അഴിമതി കേസിൽ കൊള്ളപ്പണക്കേസിൽ പ്രതിയായി പോലീസ് കേസെടുത്തു. പക്ഷേ ആ കേസ് അവർ പിൻവലിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനെ സഹായിച്ചു പിണറായി.
പിണറായിയെ സഹായിച്ചു സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, SNC ലാവ്ലിൻ കേസ് 38 തവണയാണ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചത്. ഒരു തവണ എടുത്താൽ മതി, പിണറായി വിജയൻ അകത്തു പോകും. പക്ഷെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ആര്? BJPയുടെ മന്ത്രിമാർ, BJPയുടെ നേതാക്കന്മാർ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ സ്വാധീനിച്ചുകൊണ്ട് കേസെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഈ രണ്ടുപേരുടെയും ഈ ദേശീയ തരത്തിലുള്ള അന്തർധാര രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. കേരളത്തിലെ ഇടതുപക്ഷ സഖ്യത്തെ തകർക്കണം, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സഖ്യത്തെ തകർക്കണം. ആ തകർക്കാനുള്ള പോരാട്ടം, ആ പോരാട്ടമാണ് നമ്മുടെ സമരമുറ. ആ സമരമുറയുടെ പേരാണ് നമ്മുടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സമരമുറ. നമ്മൾ ഈ രാജ്യത്ത് പ്രാവർത്തികമാക്കേണ്ടുന്ന സമരമുറയാണ്. അതുകൊണ്ട് ജനമനസ്സിലേക്ക് നിങ്ങൾ പോകണം. ഈ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവരുടെ മനസ്സിന്റെ അകത്ത് പതിപ്പിച്ച് ഈ രണ്ട് സർക്കാരുകൾക്കെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റമായി നമ്മുടെ നാടിനെയും നാട്ടാരെയും മാറ്റാനുള്ള പ്രവർത്തനം എന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകന്മാർ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് പ്രസംഗം നിങ്ങൾ കേട്ട് കഴിഞ്ഞു, ഇനിയും കേൾക്കാനുണ്ട്. ഞങ്ങൾക്ക് ഇനിയൊരു പരിപാടി കൂടെ നമുക്ക് ബാക്കിയുണ്ട്. പോകാനുള്ള സമ്മതം വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.